നമസ്കാരം. റിയൽ ന്യൂസ്. ബാലുശ്ശേരി കോക്കല്ലൂർ കാറലാപ്പൊയിൽ കേന്ദ്രീകരിച്ച് ഗാന്ധി ദർശൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് കൾച്ചറൽ ഫോറം രൂപീകരിച്ചു. ഫോറത്തിൻ്റെ ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിച്ചു. ഗാന്ധിയൻ ആദർശങ്ങൾക്ക് കാലാതീതമായ പ്രസക്തിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ MN കാരശ്ശേരി ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. നാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ കാരുണ്യ മേഖലകളിൽ പുതിയ പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ബാലുശ്ശേരി കോക്കല്ലൂർ കാറലാപ്പൊയിൽ കേന്ദ്രീകരിച്ച് ഗാന്ധി ദർശൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് കൾച്ചറൽ ഫോറം രൂപീകരിച്ചിരിക്കുന്നത്. കൾച്ചറൽ ഫോറത്തിൻ്റെ ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിച്ചു. ഗാന്ധിയൻ ആദർശങ്ങൾക്ക് കാലാതീതമായ പ്രസക്തി ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ അനുഷ്ഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ജീവിത പ്രയാണത്തിൽ ഞാൻ കൈക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ, അതാണ് എൻ്റെ സന്ദേശം. അല്ലാതെ എൻ്റെ വിശ്വാസ പ്രമാണം അല്ലാതെ ഗാന്ധി തീർത്തും പറയുന്നുണ്ട്. അവിടെയാണ് മാർക്സും ഗാന്ധിയും തമ്മിലുള്ള വലിയ വ്യത്യാസം ഞാൻ കാണുന്നത്. ഒന്ന്, ഗാന്ധിജിയുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം ആശയമായി നമ്മോട് പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശം. എന്നാൽ കാറൽ മാർക്സിന് ഒരിക്കലും തൻ്റെ സിദ്ധാന്തം, തൻ്റെ പ്രത്യയശാസ്ത്രം ജീവിതത്തിൽ ഒരിക്കലും പ്രയോഗവൽക്കരിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ ആലോചിക്കണം. അവിടെയാണ് ഗാന്ധിജിയും കാറൽ മാർക്സും തമ്മിലുള്ള വലിയ വ്യത്യാസം ഞാൻ കാണുന്നത്. ഗാന്ധിജി ജീവിതത്തുടനീളം പ്രയോഗവൽക്കരിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. കാറൽ മാർക്സ് തിയറിയായി, സിദ്ധാന്തമായി ഇത് അവതരിപ്പിച്ചു എന്നല്ലാതെ ഒരിക്കലും പ്രയോഗവൽക്കരണത്തിൽ കാറൽ മാർക്സിന് ഇത് ഒരിക്കലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് ഗാന്ധിയൻ ചിന്തകളുടെ ആശയത്തിന് പ്രാധാന്യം കൂടുന്നത്. ഗാന്ധിയൻ ചർച്ച, ഗാന്ധിയുടെ ആശയങ്ങൾക്കും ചിന്തകൾക്കും അതിൻ്റെ ഒരു പ്രസക്തി കൂടുന്ന അവിടെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഈ ഒരു ട്രസ്റ്റ്, ഗാന്ധിയുടെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ ഒരു ഗാന്ധി ദർശൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് കൾച്ചറൽ ഫോറത്തിൻ്റെ പ്രവർത്തനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തവരും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഡോക്ടർ MN കാരശ്ശേരി മുഖ്യ പ്രഭാഷണം നടത്തി. സത്യം ഒരു വലിയ മൂല്യമാണെന്നായിരുന്നു ഗാന്ധിജി പറഞ്ഞതെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇന്നും സത്യം ഇല്ലാതായിരിക്കുന്നുവെന്നും നുണ പറഞ്ഞ് പിടിക്കപ്പെട്ടാൽ ഒരബദ്ധം പറ്റിയെന്നോ ജാഗ്രത കുറവ് സംഭവിച്ചെന്നോ എന്നാണ് രാഷ്ട്രീയക്കാർ പറയുന്നതെന്നും തെറ്റുപറ്റി എന്ന് പറയാറില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ആദ്യം സ്വന്തം പാർട്ടിക്കാരനെ വിമർശിച്ചു. അത് ഇന്നിപ്പോ ഗാന്ധിയോട് താല്പര്യമുള്ള ഏതാളുടെയും ഉത്തരവാദിത്വം അവനവന്റെ പാർട്ടിയിലോ അവനവന്റെ സംഘടനയിലോ കാണുന്ന കൊള്ളരുതായ്മയെ വിമർശിക്കുക. നെഹ്റു ഗവൺമെന്റ് ഗാന്ധിയുടെ ഗവൺമെന്റാ. അതിനെതിരായിട്ട് ആദ്യം നിലഹാരം ഗാന്ധി. എന്താ കാര്യം? പാകിസ്ഥാന് കൊടുക്കാം എന്ന് ഏറ്റ സംഖ്യയുണ്ട് വിഭജന കാലത്ത്. അത് 80 കോടിയാണ്. ചെറിയൊരു അബദ്ധം പറ്റിയാൽ പോലും അത് ഹിമാലയൻ അബദ്ധമായെന്ന് ഗാന്ധിജി പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രസ്റ്റ് ചെയർമാൻ പെരിങ്ങിനി മാധവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കിടപ്പ് രോഗിക്ക് നൽകാനായി കറുകച്ചാലിൽ ഹസൻ ട്രസ്റ്റിന് കൈമാറിയ വീൽചെയർ MK രാഘവൻ MP ഏറ്റുവാങ്ങുകയും രോഗിക്ക് കൈമാറുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK രാജീവൻ, വാർഡ് അംഗങ്ങളായ ഇന്ദിര ബാലകൃഷ്ണൻ, ഉമാ മഠത്തിൽ, സജ്ന ഞേറച്ചാലിൽ, KPCC ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ, മനോജ് കുമാർ, പുന്നോറത്ത് ബാലം മാസ്റ്റർ, VC വിജയൻ, പൃഥ്വിരാജ് മുടക്കലൂർ, KK പരീത്, സുജിത് കറ്റോട്, TP ബാബുരാജ്, M ഷാജു കുമാർ, ശ്രീനിവാസൻ കോരപ്പറ്റ, MP പ്രകാശൻ, ഗംഗൻ V നായർ, രാഘവൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.